നമ്മള് ബിഗ് ബുദ്ധ അല്ലേ, ബിഗ് ബുദ്ധ അല്ലേ, വലിയ ബുദ്ധ അല്ലേ, വലിയ ബുദ്ധയുടെ അടുത്ത് വന്നപ്പോഴാണ്. എന്താണെന്ന് വെച്ചാൽ ചുമ്മാ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ അടുത്ത കുഞ്ഞു ബുദ്ധന്മാരെ കാണാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നതാണ്. അതെ, നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നൊരു ബുദ്ധൻ, മണിബുദ്ധ ഇവിടെ ഇരുത്താൻ വന്നാണ്. അതെ, ഈ കാണുന്ന നട കയറി മേളിലേക്ക് ചെല്ലണം. അപ്പോൾ ചെല്ലുമ്പോൾ കാണുന്നതാണ് ബുദ്ധൻ്റെ ടെമ്പിളാണ് കാണുന്നത്. മേളിൽ കാണുന്നുണ്ടോ, ആ കാണുന്നതാണ്. അപ്പോൾ നമുക്കത് പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല ഒരു 100-300 നടയുണ്ടെന്ന് തോന്നുന്നു. കയറി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കയറില്ല. ബുദ്ധൻ്റെ അടുത്തിട്ടുണ്ട്. അപ്പോൾ തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാനുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ബുദ്ധൻ്റെ അവിടെ നിന്ന് നമുക്ക് 2 ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് കടന്ന സ്ഥലത്തേക്ക് പോവാം. ഇതൊരു 10-200 നട കയറി വന്നു ഇത് കയറി കാണണമെങ്കിൽ. ഇത് ഏതാ ഗോൾഡൻ ബുദ്ധയോ, ബിഗ് ബുദ്ധ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് ഫുള്ള് ഒരു ആചാരം അനുസരിച്ച് ക്യാഷ് ആട്ടോ വെച്ചേക്കണേ. ഫുള്ള് പൈസ വെച്ചാണ്. ഓരോരുത്തരുടെ നേർച്ച, നമ്മളവിടുത്തെ നേർച്ച വെക്കില്ലേ, അതാണ് നമ്മുടെ നേർച്ചക്കുറ്റി കേട്ടോ. അവിടുത്തെ നേർച്ചക്കുറ്റിയാണ് ഈ കാണുന്നത്. ബുദ്ധൻ്റെ ടെമ്പിൾ. നീ രക്ഷപ്പെട്ടു, ഏതും രക്ഷപ്പെട്ടു. അതറിഞ്ഞ പട്ടായയിലെ ഏറ്റവും ഹൈറ്റിലുള്ള സ്ഥലമാണ്, വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. പട്ടായയിലെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇതിനകത്ത് ഇവിടുന്ന് നേരെ റൈറ്റിലേക്ക് തിരിയുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നിന്ന് നോക്കാം, വേറെ ലെവലല്ല. ഈ കിടന്ന് സൗണ്ട് കേൾക്കാൻ ഇവിടെ പടക്കം പൊട്ടിക്കുന്ന പരിപാടിയുണ്ട്. ആചാരാട്ടോ, ഇവിടുത്തെ ഒരു ആചാരമാണ് പടക്കം പൊട്ടിക്കൽ. ഈ നിൽക്കുന്ന പുള്ളിയുടെ ഒരു ഹോബിയാണ് ഇപ്പോഴും കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പടക്കം പൊട്ടിക്കണം.